മനുഷ്യശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ ബ്രെയിനാണ്. വെറും 1.5 കിലോ ഭാരമുള്ള ഈ ഒരു ഓർഗൻ കോടിക്കണക്കിന് സിഗ്നലുകൾ കൈമാറിക്കൊണ്ടാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യൻ നിർമ്മിച്ച ഒരു മെഷീന് ഇതേപോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമോ? നമ്മൾ ഇന്ന് കാണുന്ന ChatGPTയും ഡ്രൈവർലെസ് ടെസ്ല കാറുകളുമെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെ സഹായത്തോടു കൂടിയാണ്. പുതിയ AI വിപ്ലവത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നൊരു അൽഗോരിതമാണിത്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൃത്യമായ നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു ഫോട്ടോയിലുള്ളത് പൂച്ചയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെന്ന് കരുതുക. അതായത് അതിന് 2 ചെവി വേണം, ഒരു വാല് വേണം എന്നിങ്ങനെ ആയിരക്കണക്കിന് റൂൾസ് നമ്മൾ കോഡായി എഴുതണം. എന്നിട്ടും ചെറിയൊരു മാറ്റം വന്നാൽ ഈ സിസ്റ്റം പരാജയപ്പെടും. എന്നാൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇവിടെയാണ് പ്രസക്തമാകുന്നത്. നമ്മൾ റൂൾസ് എഴുതുന്നതിന് പകരം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരുപാട് പൂച്ചകളുടെ ഫോട്ടോസ് ആ മെഷീനെ കാണിച്ചു കൊടുക്കുന്നു. അത് ഓരോ ഫോട്ടോയിൽ നിന്നും അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി സ്വയം പഠിച്ചെടുക്കുന്നു. പക്ഷേ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മുടെ തലച്ചോറിലെ ബയോളജിക്കൽ ന്യൂറോൺസിനെ അനുകരിച്ചുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് നിർമ്മിച്ചിരിക്കുന്നത്. വെറും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കോർത്തിണക്കി എങ്ങനെയാണ് ഒരു മെഷീന് നമ്മുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നത്? എക്സ്റേ ചിത്രങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയുന്നത്? മനുഷ്യബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകളുടെ തിരശ്ശീലയ്ക്കു പിന്നിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? പുറമേ നിന്ന് കാണുമ്പോൾ ഒരു മാജിക് എന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ഉള്ളറകളിൽ നടക്കുന്ന കൃത്യമായ മാത്സും ലോജിക്കും എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കിയ ഒന്നല്ല. ഇതിന് ഏകദേശം 70 വർഷത്തെ പഴക്കമുണ്ട്. 1943-ൽ വാരൻ മക്കലോക്ക് അതുപോലെ വാൾട്ടർ പീറ്റ്സ് എന്നീ 2 സയന്റിസ്റ്റുകളാണ് മനുഷ്യന്റെ ബ്രെയിൻ സെൽസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്തമാറ്റിക്കലി വിശദീകരിക്കാൻ ശ്രമിച്ചത്. പിന്നീട് 1958-ൽ ഫ്രാങ്ക് റോസൻബ്ലാറ്റ് എന്ന സയന്റിസ്റ്റ് പെർസെപ്ട്രോൺ എന്നൊരു മെഷീൻ നിർമ്മിച്ചു. ഇന്നത്തെ ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ ആൻസിസ്റ്റർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വയം ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ബ്രെയിൻ വരുന്നു എന്നായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. ഒരു ചെറിയ മാത്തമാറ്റിക്കൽ പ്രോബ്ലം പോലും സോൾവ് ചെയ്യാൻ അന്നത്തെ പെർസെപ്ട്രോണിന് സാധിച്ചിരുന്നില്ല. അതോടെ സയന്റിസ്റ്റുകളും ശാസ്ത്രലോകവും അതിനെ കൈവിട്ടു. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ AI വിന്റർ എന്ന് വിളിക്കുന്നത്. വർഷങ്ങളോളം ന്യൂറൽ നെറ്റ്വർക്ക്സ് വെറും തിയറി മാത്രമായി പൊടി പിടിച്ചു കിടന്നു. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്ര പോപ്പുലർ ആകുന്നത്? 60 വർഷം മുമ്പ് കണ്ടെത്തിയ ഒരു തിയറി ഇപ്പോൾ എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ഡാറ്റയുടെ അവൈലബിലിറ്റിയാണ്. പണ്ട് കമ്പ്യൂട്ടേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഡാറ്റ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വഴി കോടിക്കണക്കിന് പിക്ചേഴ്സും ഡാറ്റയും നമുക്ക് അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ പ്രധാന കാരണം കമ്പ്യൂട്ടിംഗ് പവറാണ്. അതായത് സാധാരണ പ്രോസസ്സറുകളായ CPU-കളേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വേഗതയിൽ മാത്സും കാൽക്കുലേഷൻസും നടത്താൻ കഴിയുന്ന GPU അഥവാ ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ വരവ് ഈ ഒരു ചേഞ്ചിന് വേഗത കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ കാരണം ബെറ്റർ അൽഗോരിതംസ് ആണ്. മിസ്റ്റേക്സിൽ നിന്നും പാഠങ്ങൾ പഠിച്ചെടുക്കുന്ന ബാക്ക് പ്രൊപ്പഗേഷൻ പോലുള്ള അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ടാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇപ്പോൾ പോപ്പുലർ ആവാൻ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എന്താണ് ഒരു ന്യൂറോൺ എന്ന് നോക്കാം. ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ഒരു ന്യൂറോൺ. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 86 ബില്യൺ അല്ലെങ്കിൽ 8600 കോടി ന്യൂറോൺസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവ പരസ്പരം ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൈമാറുന്നു. ഇതേ മോഡൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി റീക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെ നമുക്കൊരു ചെറിയ ഡിസിഷൻ മേക്കറായി കണക്കാക്കാം. ഇതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: ഇൻപുട്സ്, വെയിറ്റ്, ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. ഇൻപുട്സ് എന്നത് പുറത്തുനിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ ആണ്. വെയിറ്റ്സ് എന്നത് ഓരോ ഇൻഫർമേഷനും എത്രത്തോളം പ്രാധാന്യം നൽകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇനി ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നത് ലഭിച്ച ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്ത് അതിനൊരു റിസൾട്ട് പുറത്തു വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്വിച്ച് ആയി കണക്കാക്കാം. ഒരു ന്യൂറോൺ എന്നത് ഒരു ചെറിയ ഡിസിഷൻ മേക്കർ ആണെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇന്ന് ഒരു ഫുട്ബോൾ മാച്ചിന് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺ ഈ ഒരു തീരുമാനമെടുക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ന്യൂറോണിന് 3 ഇൻപുട്സ് ഉണ്ട്. ആദ്യത്തെ ഇൻപുട്ട് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടോ, രണ്ടാമത്തെ ഇൻപുട്ട് നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ, മൂന്നാമത്തെ ഇൻപുട്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്നാണെന്ന് വിചാരിക്കുക. ഇനി ഈ 3 ഇൻപുട്സിൽ നമുക്ക് ഏറ്റവും പ്രധാനം പൈസയാണെങ്കിൽ പൈസ എന്ന ഇൻപുട്ടിന് നമ്മുടെ ബ്രെയിൻ വലിയൊരു വെയിറ്റ് നൽകും. മറ്റ് ഇൻപുട്സിന് ചെറിയ വെയിറ്റ് നൽകും. ഉദാഹരണത്തിന് മഴയ്ക്ക് ചെറിയ വെയിറ്റ് നൽകും. ഇനി ഈ വിവരങ്ങളെല്ലാം കൂട്ടി നോക്കി ഇതിന്റെ റിസൾട്ട് ഒരു നിശ്ചിത പരിധിക്ക് മുകളിലാണെങ്കിൽ ഈ ന്യൂറോൺ മാച്ചിന് പോകാം എന്ന റിസൾട്ട് ഔട്ട്പുട്ട് നൽകും. ഔട്ട്പുട്ട് ആ പരിധിക്ക് താഴെയാണെങ്കിൽ പോകണ്ട എന്ന റിസൾട്ട് നൽകും. സിമ്പിളായി പറഞ്ഞാൽ ഒരു ന്യൂറോൺ എന്നത് ഒരു ചെറിയ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ് ആണെന്ന് പറയാം. ലക്ഷക്കണക്കിന് ന്യൂറോൺസ് ഇതുപോലെ ഒരേ സമയം പ്രവർത്തിക്കുമ്പോഴാണ് കോംപ്ലക്സ് ആയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഒരു സിമ്പിൾ ന്യൂറോണിനെ കുറിച്ചാണ്. ഇതുപോലെ ഒരുപാട് ന്യൂറോൺസ് ചേർന്നാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്.
ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ പ്രധാനമായും 3 ലെയറുകളായി തിരിക്കാം. ഇൻപുട്ട് ലെയർ, ഔട്ട്പുട്ട് ലെയർ, ഹിഡൻ ലെയേഴ്സ്. ഓരോ ലെയറിലും മൾട്ടിപ്പിൾ ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ഇൻപുട്ട് ലെയർ എന്നത് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ലെയറാണ്. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു പിക്ചറാണ് ഇൻപുട്ടായി കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പിക്സൽസ് ആയിരിക്കും ഇൻപുട്ട് ലെയറിൽ ഉണ്ടായിരിക്കുക. ഇനി ഔട്ട്പുട്ട് ലെയർ എന്നത് ഫൈനൽ റിസൾട്ട് തരുന്ന ലെയറാണ്. നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പൂച്ചയാണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ലെയറാണിത്. ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ഇടയിലുള്ള ലെയേഴ്സ് ആണ്. ഇത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ഹിഡൻ ലെയേഴ്സിന്റെ നമ്പർ കൂടുമ്പോഴാണ് അത് ഡീപ്പ് ആകുന്നത്. ഹിഡൻ ലെയേഴ്സിലെ ഓരോ ലെയേഴ്സും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിൽ നിന്നും എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് എങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ ന്യൂറൽ നെറ്റ്വർക്കിൽ വാല്യൂസ് കൊടുത്തുകൊണ്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കിയാൽ ഇത് നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു ഫോട്ടോയിലുള്ളത് ഹ്യൂമൻ ആണോ അല്ലേ എന്ന് തിരിച്ചറിയണം എന്ന പ്രോബ്ലം നോക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുള്ളത് മനുഷ്യനാണോ അല്ലയോ എന്ന് ന്യൂറൽ നെറ്റ്വർക്ക് തിരിച്ചറിയണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതിനായി നമ്മൾ 2 ഇൻപുട്സ് നമ്മുടെ ഒരു ന്യൂറോണിന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഈ 2 ഇൻപുട്സും നമ്മുടെ ഈ ഫോട്ടോയിലുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണ്. അതായത് ആദ്യത്തെ ഇൻപുട്ട് 1 നമ്മൾ കൊടുക്കുന്ന പിക്ചറിൽ കണ്ണുകളുണ്ടോ എന്ന ഇൻപുട്ടാണ്. കണ്ണുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും, ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഇൻപുട്ട് 2 എന്നത് ചിരിക്കുന്നുണ്ടോ എന്ന ഫീച്ചറാണ്. പിക്ചറിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും, ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ന്യൂറോണിന് നമ്മൾ 2 ഇൻപുട്ടുകൾ കൊടുത്തു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻപുട്ടിനും ഒരു വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രോബ്ലം മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കണ്ണുകൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക എന്ന് കരുതുക. അതുകൊണ്ട് ആദ്യത്തെ ഇൻപുട്ടായ ഇൻപുട്ട് 1ന്റെ വെയിറ്റ് W1ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. അപ്പോൾ നമുക്ക് W1ന്റെ വാല്യൂ 0.8 എന്ന് കൊടുക്കാം, അതായത് 80% വെയിറ്റേജ്. അതുപോലെ രണ്ടാമത്തെ ഇൻപുട്ടായ ഇൻപുട്ട് 2, അതായത് ചിരിക്കുന്നുണ്ടോ എന്ന ഫീച്ചറിന് നമുക്ക് വെയിറ്റേജ് അഥവാ W2 എന്ന വാല്യൂ 20% കൊടുക്കാം, അതായത് 0.2. ഇനി ഈ ന്യൂറോണിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സിമ്പിൾ മാത്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇൻപുട്സിനെ അതിന്റെ വെയിറ്റുകളോട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സം കണ്ടെത്തും. അതാണ് നമ്മുടെ റിസൾട്ട്. ഇനി നമ്മൾ ന്യൂറോണിന് കൊടുക്കുന്ന പിക്ചറിൽ 2 കണ്ണുകളുണ്ട്, പക്ഷെ ചിരിക്കുന്നില്ല എന്നാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് 1 അഥവാ കണ്ണുകളുണ്ട് എന്ന ഫീച്ചർ 1 ആയിരിക്കും. ഇൻപുട്ട് 2 അതായത് ചിരിക്കുന്നുണ്ടോ എന്ന ഫീച്ചർ 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ന്യൂറോണിൽ നടക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 1 × 0.8 പ്ലസ് 0 × 0.2 എന്നായിരിക്കും. അതായത് ചിരിക്കുന്നില്ല, അതുകൊണ്ട് സെക്കൻഡ് ഇൻപുട്ട് 0 ആയിരിക്കും. കണ്ണുകളുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഇൻപുട്ട് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് റിസൾട്ടായി കിട്ടുന്നത് 0.8 എന്നാണ്. ഇനി ഈ കിട്ടിയ റിസൾട്ടിനെ നമ്മളൊരു ആക്ടിവേഷൻ ഫംഗ്ഷനിലൂടെ കടത്തിവിടുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നത് ഒരു കടമ്പ പോലെയാണ്. നമ്മൾ ആദ്യമേ ഒരു ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ത്രെഷോൾഡ് വാല്യൂ ലെറ്റ്സ് സേ 0.6 എന്ന വാല്യൂക്ക് മുകളിലാണെങ്കിൽ അത് ഹ്യൂമൻ ആണ് എന്നത് കൊടുത്തു എന്ന് കരുതുക. നമുക്ക് കിട്ടിയ റിസൾട്ട് വാല്യൂ 0.8 ആയതുകൊണ്ട് ഇതിനെ ഹ്യൂമൺ ആയി ഈ ന്യൂറോൺ കൺസിഡർ ചെയ്യും. ഈ ഒരു ത്രെഷോൾഡിന് താഴെ വരുന്ന ഏതൊരു വാല്യൂയും ഹ്യൂമൺ അല്ലാതെ ഈ ന്യൂറോൺ ഡിസൈഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ന്യൂറോൺ ഇൻപുട്സിന്റെയും വെയിറ്റ്സിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ബട്ട് ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഇനി ഒരു പൂച്ചയുടെ ഫോട്ടോ ആണ് കൊടുത്തതെങ്കിലോ, ഒരു പൂച്ചയുടെ ഫോട്ടോ കണ്ട് 2 കണ്ണുകൾ ഉള്ളതുകൊണ്ട് അതൊരു മനുഷ്യനാണെന്ന് തെറ്റായി പ്രെഡിക്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് ന്യൂറൽ നെറ്റ്വർക്സിന്റെ ശരിക്കും മാജിക്കായ ബാക്ക് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നടക്കുന്നത്. ഇങ്ങനെ തെറ്റായി പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോസ് കാൽക്കുലേഷൻ നടത്തി നമ്മുടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിമ്പിളായി പറയാം, പ്രെഡിക്റ്റ് ചെയ്ത ഉത്തരവും ആക്ച്വൽ ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം അളക്കുന്നു. ഇതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം ആ സിസ്റ്റം സ്മാർട്ട് ആകുന്നു. ഈ ലോസ് കുറയ്ക്കാൻ വേണ്ടി നെറ്റ്വർക്ക് തിരിച്ചുപോയി അഥവാ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ വെയിറ്റുകളുടെ വാല്യൂ അല്പം മാറ്റും. W1ഉം W2ഉം കുറച്ച് മാറ്റും. നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചിരി എന്ന ഇൻപുട്ട് 2ക്ക് അത്ര പ്രാധാന്യം ഇല്ല എന്ന് മനസ്സിലാക്കി അതിന്റെ വെയിറ്റ് അതായത് W2 കുറച്ച് വാല്യൂ കുറയ്ക്കും. അതായത് 0.2 എന്ന W2ന്റെ വാല്യൂ 0.025 എന്നോ മറ്റെന്തെങ്കിലും ആക്കും. അതുപോലെ ഇൻപുട്ട് 1ന്റെ വെയിറ്റ് ആയ W1 വാല്യൂസും കുറച്ചേക്കാം. ഇനി ഒരുപക്ഷെ ഇതുപോലെ ചെവിയുടെ ആകൃതി എന്ന ഒരു മൂന്നാമത്തെ ഇൻപുട്ട് ഈ നെറ്റ്വർക്ക് ശ്രദ്ധിച്ചേക്കാം. അതിനെ മൂന്നാമത്തെ ഇൻപുട്ടായി അത് കണക്കാക്കാം. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ലേണിംഗ് പ്രോസസ്സിൽ
മൂന്നാമത്തെ ഈ ഒരു പുതിയ ഇൻപുട്ടായ ചെവിയുടെ ആകൃതി എന്ന ഇൻപുട്ടിന്റെ വെയിറ്റ് വാല്യൂ ഒരുപക്ഷെ കൂടിക്കൂടി വന്നേക്കാം. കാരണം അത്തരത്തിൽ ചെവിയുടെ ആകൃതിയുള്ള ഇമേജസിനെ പൂച്ചിയായി അൽഗോരിതം കണക്കാക്കുമ്പോൾ അതിന്റെ ലോസ് കുറയും. അങ്ങനെ വെയിറ്റ് അഡ്ജസ്റ്റഡ് ആവുന്നു. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് ഡാറ്റ പോയിന്റുകളിലൂടെ ഈ ഒരു പ്രോസസ്സ് ആവർത്തിക്കുന്നു. ഓരോ തവണയും വെയിറ്റുകൾ അല്പം കൂടി കൃത്യമാവുന്നു. അങ്ങനെ ഒരു സെർട്ടൈൻ പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ന്യൂറൽ നെറ്റ്വർക്കിലെ വെയിറ്റ് വാല്യൂസ് കൃത്യമായി അഡ്ജസ്റ്റഡ് ആയി കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രാപ്തമാവും. അങ്ങനെ ഏത് ആംഗിളിൽ നിന്നുള്ള ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാലും അത് പൂച്ചയാണോ അല്ലേ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിന് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റയിൽ നിന്നും പാറ്റേൺസ് മനസ്സിലാക്കി വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഓരോ AI അത്ഭുതത്തിന് പിന്നിലും കോടിക്കണക്കിന് ന്യൂറോണുകൾക്കിടയിൽ വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ലോജിക് നടക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു സിമ്പിളായ ന്യൂറോണിന്റെ കഥയാണ്. എന്നാൽ ഇന്നത്തെ ChatGPT പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഇത്ര സിമ്പിളായിട്ടല്ല കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ന്യൂറൽ നെറ്റ്വർക്കുകൾ ഇത്ര കൃത്യമായി ഉത്തരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവ എന്തുകൊണ്ട് ഇങ്ങനെ ഉത്തരം നൽകുന്നു എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഇപ്പോഴും സയന്റിസ്റ്റിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് കോടിക്കണക്കിന് വെയിറ്റുകൾ ഒരേ സമയം മാറി മറിയുമ്പോൾ അതിനുള്ളിലെ ലോജിക്ക് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടതിന് ഒരുപാട് താങ്ക്സ്.